നമസ്കാരം. ഇനി അയ്യപ്പനെതിരെ കേസ് കൊടുക്കും. കാരണം ഈ സഖാക്കൾ അങ്ങനെയാണ്. അയ്യപ്പന്റെ പടം പോലും പേടിക്കുന്ന സഖാക്കളാണ്. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം? പാട്ട് പാടിയപ്പോൾ കേസെടുക്കാൻ നടന്നവർ ഇപ്പോൾ ആകെ പിന്നോട്ട് പോയി. വിവാദ പാരഡി ഗാനത്തിൽ ഇനി കേസെടുക്കില്ല, കേസെടുക്കേണ്ടതില്ല എന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വളരെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ. കാരണം പാരഡി ഗാനം നീക്കാൻ മെറ്റയ്ക്കും യൂട്യൂബിനും കത്ത് നൽകുന്ന പരിപാടിയും നിർത്തിവെച്ചു. അയ്യപ്പ ഭക്തി ഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത് എന്നാണ് പറയുന്നത്. പിന്നാലെ സംസ്ഥാനത്തുടനീളം പരാതികൾ ലഭിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ അതിലൊന്നും ഇനി തുടർ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. കഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ ഈ തരത്തിലുള്ള തീരുമാനമെടുക്കലുകളും നടപടികളും കാണുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട് ശ്രീ പിണറായി വിജയൻ. സ്വർണം കട്ടവൻ ആരപ്പ എന്ന് കേട്ടപ്പോഴേ വിപ്ലവവും ഇരട്ടച്ചങ്കുമെല്ലാം തീർന്നു പോയല്ലോ മാഷേ നിങ്ങൾക്ക്. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയപ്പോൾ ഉണ്ടാകാത്ത മതസ്പർദ്ധയാണത്രേ പാവപ്പെട്ട സ്വർണം കട്ടവൻ ആരപ്പ എന്ന് പറയപ്പെടുന്ന പാട്ടിലുള്ളത് എന്നുള്ളതാണ്. അത് കേരളത്തിലെ ദേശീയ ഗാനമായി മാറ്റിയത് ഈ ഭക്തരാണ് എന്ന് മറന്നു പോകരുത്. ഇനി നിങ്ങളിത് നിരോധിച്ചാലും പോലീസുകാരടക്കം ഈ മൂളിപ്പാട്ട് പാടിക്കൊണ്ടേ ഒരു FIR പോലും എഴുതുകയുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നിങ്ങളിപ്പോൾ ഈ പരിപാടിയിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി. അയ്യപ്പനോട് കളിച്ചപ്പോഴൊക്കെ കണക്കിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ. എന്നിട്ടും വിജയന് മതിയാകുന്നില്ല. വല്ലാത്ത നാണക്കേട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്ത് എപ്പോൾ എവിടെ ചെയ്യണമെന്ന്. ഇപ്പോൾ ഇതാ തിരുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിങ്ങനെ പല കാര്യങ്ങളിലും തിരുത്തപ്പെടേണ്ടി വരും. കാരണം നിങ്ങൾ അത്രത്തോളം വിവരക്കേടാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്ന തരത്തിലുള്ള നേതാക്കന്മാർ ഇല്ല എന്നുള്ളതാണ്. അതായത് പിണറായി വിജയനെ തിരുത്താൻ കഴിയുന്ന ഒരംഗം പോലും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുള്ളിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തൊഴിലാളികളുടെയും കർഷകരുടെയും നീതിയുള്ള അവകാശങ്ങൾക്കായിട്ട് ഉറച്ച നിലപാടെടുത്ത ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയാണ്. കാർൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചൂഷണത്തിനെതിരായിട്ടുള്ള ശാസ്ത്രീയ ചിന്തയിലൂടെ മനുഷ്യ വിമോചനത്തിന്റെ അടിത്തറ പാകിയവരാണ്. ആ ദർശനത്തെ വിപ്ലവ ശക്തിയാക്കി മാറ്റിയ വ്ളാഡിമർ ലെനിൻ ധൈര്യത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമായി മാറുകയും ചെയ്തിരുന്നു. സാമ്രാജ്യത്വത്തിനെതിരെ അചഞ്ചലമായി നിലകൊണ്ട ഫിദൽ കാസ്ട്രോയും സ്വാർത്ഥതയില്ലാത്ത വിപ്ലവ മനുഷ്യന്റെ മുഖമായി മാറിയ ചെഗുവേരയും കമ്മ്യൂണിസ്റ്റ് ആത്മാവിന്റെ ശക്തി ലോകത്തിന് തെളിയിച്ചു കൊടുത്തവരാണ്. ഈ ധൈര്യവും വ്യക്തിത്വവും തന്നെയാണ് ഇടതിന്റെ രാഷ്ട്രീയ പാതയെ ഇന്നും ഉറപ്പോടെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് വൈപ്പ്. വല്ലാത്ത നാണക്കേട് തന്നെ. ചെഗുവേരയുടെ ആരാധകർ, കാറൽ മാർക്സിന്റെ പിൻഗാമികൾ, ഏംഗൽസിന്റെ വഴിയെ നടക്കുന്നവർ, ലെനിനെ പോലെ ധൈര്യശാലികൾ, കാസ്ട്രോയെ പോലെ വിപ്ലവകാരികൾ. എന്നിട്ടും 4 വരി പാട്ടിൽ ഒലിച്ചു പോകുന്ന അവരുടെ വിപ്ലവവും ഉശിരും ചങ്കൂറ്റവും ഇരട്ടച്ചങ്കും കാണുമ്പോൾ വെറുതെയല്ല ലോകം മുഴുവനും ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ജനം കവണം മണൽ കൊണ്ട് അടിച്ചോടിച്ചത് എന്നത് യാഥാർത്ഥ്യമാകുന്നു. സ്കൂളിൽ പിള്ളേർ തമ്മിൽ തല്ലുപിടിച്ചാൽ നമ്മൾ ഹെഡ്മാഷിന്റെ അടുത്ത് പരാതി കൊടുക്കും. അതുപോലെയാണ്. അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ അടുത്ത് പോയിട്ട് പരാതി പറയുന്ന പോലെ എന്തിനും ഏതിനും കേസ് കൊടുക്കുന്നവർ തന്നെയാണ് പുല്ലാണ് പുല്ലാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് മറന്നിട്ടുണ്ടോ? കോടതിയെ ശുംഭൻ എന്ന് അഭിസംബോധന ചെയ്തത് മറന്നിട്ടുണ്ടോ? ഒന്നും മറന്നിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 1986 1987 കാലഘട്ടത്തിൽ PJ ആന്റണിയുടെ ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന നാടകം അന്നത്തെ രൂപതകളുടെ എതിർപ്പുകളെ മാനിച്ചുകൊണ്ട് K കരുണാകരൻ നിരോധിച്ചപ്പോൾ ഈ ഡിഫി കുഞ്ഞുങ്ങളുണ്ടല്ലോ തെരുവിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായിട്ട് പോലീസ് ജീപ്പുകളും KSRTC ബസ്സുകളും ഒക്കെ തല്ലിപ്പൊളിച്ചു. കൂടാതെ കേരളത്തിലെ ആസ്ഥാന സാഹിത്യകാരന്മാരെന്ന് പറയപ്പെടുന്ന തെണ്ടികള് സർക്കാരിനെതിരെ ലേഖനങ്ങൾ എഴുതുകയും ഉടനീളം പ്രസംഗിച്ച് നടക്കുകയും ചെയ്തു. 1987 ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കരുണാകരൻ പോയി നായനാർ മുഖ്യമന്ത്രിയായി. നായനാരുടെ മുന്നിൽ ആദ്യം വന്നത് ഇതേ ക്രിസ്തുവിന്റെ ഈ തിരുമുറിവ് തന്നെയായിരുന്നു. അന്ന് വീരവാദം അടിച്ചിരുന്നവരാരും ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രേമികളും ആ നാടകം പിന്നെ വീണ്ടും വീണ്ടും നിരോധിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മുടെ നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ആരോപണങ്ങളിൽ മനം നൊന്ത പ്രതിപക്ഷ MLA TV രാജേഷ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞത് ഓർമ്മയുണ്ടോ? സഭയിലെ വീഡിയോ പരിശോധനയ്ക്ക് ശേഷം ജെയിംസ് മാത്യു MLAക്കൊപ്പം പുറത്തു വന്ന രാജേഷ് തന്റെ കുടുംബത്തെക്കുറിച്ച് PC ജോർജും KC ജോസഫും മോശമായ പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? തനിക്കും അച്ഛനും ഭാര്യയും കുടുംബവും ഉണ്ട് എന്ന് പറഞ്ഞ് ആരോപണം നടത്തിയവർ ഇതൊക്കെ ഓർക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയ രാജേഷ് പൊടുന്നനെ പൊട്ടിക്കരയുകയായിരുന്നു. PC ജോർജും KC ജോസഫും മാപ്പ് പറയണമെന്നും കരത്തിലുണ്ട് രാജേഷ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്.
അപ്പോൾ മറ്റുള്ളവരെ എന്തും പറയാം, മറ്റുള്ളവരുടെ മേൽ എന്തും അടിച്ചു കയറ്റാം, അവരെ ആക്ഷേപിക്കാം, നാറ്റിക്കാം. പക്ഷേ അതേ കുന്തമന സ്വന്തം കുണ്ടിയിൽ തറയ്ക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും ഒന്നുമല്ലെങ്കിൽ ഗുണ്ടാക്രമണവും 51 വെട്ടുകളും നടത്തും. പണ്ട് കൈരളിയില് സാക്ഷി എന്നൊരു കലാപരിപാടി ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എൻ സൂപ്പിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കെ എം മാണിയെയും എന്തിനധികം AK ആന്റണിയെയും അവർ എന്നും ആക്ഷേപിച്ചുകൊണ്ട് ചാനൽ പ്രേക്ഷകരെ കൂട്ടിയിരുന്നു. സ്റ്റേജിൽ നിന്ന് ഉറങ്ങുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ആയിരുന്നു അവർ വേട്ടയാടിയിരുന്നത്. പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുള്ള അച്യുതാനന്ദനും ഗുരുദാസനും ഒട്ടുമിക്ക നേരവും സ്റ്റേജിൽ നിന്ന് ഉറങ്ങിയപ്പോൾ അവർക്ക് ആ പരിപാടി തന്നെ നിർത്തിവെക്കേണ്ടി വന്നില്ലേ? അതുപോലെ ഇടത് സഹയാത്രികരായിട്ടുള്ള ചാനലുകളും കരുണാകരനെയും മകനെയും മകളെയും AK ആന്റണിയെയും കെ എം മാണിയെയും കുഞ്ഞാലിക്കുട്ടിയെയും മിമിക്രിയിലൂടെ അനുകരിച്ചും കളിയാക്കിയും ഒക്കെയാണ് അവരുടെ പാർട്ടികൾ വളർത്തിയിരുന്നത്. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പവുമില്ല. ടെലിവിഷൻ തുറന്നാലോ സിനിമാലയായിട്ടും കോമഡി ഷോ ആയിട്ടും ആ പാവം കരുണാകരനെയും ആന്റണിയെയും ഒക്കെ അവർ വെറുതെ വിട്ടോ? ആരെയും വെറുതെ വിട്ടിരുന്നില്ല. ഇന്നിപ്പോൾ അന്ന് നടന്നതിനേക്കാൾ വലിയ അഴിമതികളും ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തും സ്വർണം ചെമ്പാക്കലും നടന്നിട്ടും സിനിമാലയില്ല, കോമഡി ഷോകളില്ല, അന്നത്തെ പോലെ രാഷ്ട്രീയ വിമർശന സിനിമകൾ പോലുമില്ല. എല്ലാവരെയും ഈ കമ്മ്യൂണിസ്റ്റുകൾ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള സിനിമകൾ ഒരു ഷോ മാത്രമേ കളിച്ചുള്ളൂ എന്നുള്ളത് ഓർക്കുക. രാമലീലയ്ക്ക് മുട്ടം പണിയും കൊടുത്തു, എമ്പുരാനെ തൊടാനുമായില്ല. കേരളത്തിലെ 5ഓളം UDF MP-മാർ BJP-യിലേക്ക് പോയി, 10ഓളം MLA-മാർ BJP-യിലേക്ക് പോയി. കെ സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരുമൊക്കെ BJP-യിലേക്ക് എന്ന ഇടതുപത്രങ്ങളും കൈരളി ചാനലും തട്ടിവിട്ടപ്പോൾ പോരാളി ഷാജിമാരും കാഫിർ സ്ക്രീൻ ഷോട്ടുകാരും അത് ഏറ്റുപിടിച്ചു. അതിനെ ആരും തള്ളിപ്പറഞ്ഞില്ല. അങ്ങനെ അവർ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ P ജയരാജൻ BJP-യിലേക്ക്, A മാരിഫ് കോൺഗ്രസിലേക്ക്, KT ജലീൽ ലീഗിലേക്ക് എന്ന് UDF-കാരും തിരിച്ചു മറുപടി കൊടുത്തു തുടങ്ങിയപ്പോൾ ജയരാജൻ അത് വെളുപ്പിക്കാൻ നന്നേ പാടുപെട്ടു. A മാരിഫ് എന്ന് ഫേസ്ബുക്കിൽ തെറി എഴുതി പ്രതികരിച്ചു. ജലീല് ഖുറാൻ കയ്യിലെടുത്തു, സത്യം ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവരുടെയൊക്കെ വീരവാദങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പിണറായി വിജയന്റെ പിണറായിയിലെ വീട് കാണുവാൻ പിണറായിയിലെ ഗുണ്ടകൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കണ്ടൽക്കാട് വെട്ടിയൊതുക്കി ജയരാജൻ പണിത ഒരു റിസോർട്ടിന്റെ പേരിൽ CPM-മായി തെറ്റിയ TP ചന്ദ്രശേഖരനും ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് പിണറായിയിലെ വീടിന്റെ ഫോട്ടോ എടുക്കുവാൻ പോയപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു. അപ്പോൾ ആ തക്കം നോക്കി കേരളത്തിലെ കുന്നംകുളത്തിനടുത്തുള്ള ഒരു വീടിന്റെ ഫോട്ടോ പിണറായിയുടെ വീട് എന്ന പേരിൽ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അവനെ ഖത്തറിൽ നിന്നും പുറത്താക്കുവാനും പിണറായി മടിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിൽ തൃശ്ശൂരിലെ സിറ്റി സെന്ററിനെ K മുരളീധരന്റെ ബിനാമി സെന്ററാക്കിയ ബിരുദന്മാരാണ് ഇവരെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അവർക്കെതിരെ സമരം ചെയ്ത കോൺഗ്രസുകാരെ തീവ്രവാദികളാക്കി ആൻഡമാനിലേക്ക് നാടുകടത്തി. പിന്നീട് കോൺഗ്രസ് ഭരിച്ചപ്പോൾ സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റുകളെ ഓടിച്ചിട്ട് പിടിച്ചതിനാൽ അവരെല്ലാം ഒളിവിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നപ്പോഴോ അവർക്കെതിരെ സമരം നയിച്ചവരെ നക്സലുകളാക്കി മാറ്റി, മാവോയിസ്റ്റുകളാക്കി, ഇന്നിപ്പോൾ തീവ്രവാദികളുമാക്കി. അതിനുപോലും മടിക്കാത്ത കൂട്ടമായി ഈ CPM മാറിയെന്നുള്ളതാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ എന്നും വാളോങ്ങുന്ന ഈ CPM-കാര് പത്രസ്വാതന്ത്ര്യത്തിനും സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് എന്നും പൊരുതുന്നവർ ഇന്നിപ്പോൾ അമേരിക്കയെക്കാളും നമ്മുടെ കേന്ദ്ര സർക്കാരിനേക്കാളും ശക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയയെയും ചാനലുകാരെയും ഭയക്കുന്നു. മിണ്ടിയാൽ പോലീസ് കേസ്, അത് നടന്റെ മേൽ ചാർത്തിയതുപോലുള്ള കള്ളക്കേസുകൾ. കേരളത്തിലെ ഈ പറയുന്ന പെണ്ണ് കേസുകൾ കണ്ടുപിടിച്ചത് CPM ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പെണ്ണ് കേസുകൾ കൊണ്ട് മാത്രമാണ് ഇവർ ഭരണത്തിലെത്തിയിട്ടുള്ളത് എന്നും അത് അവർക്ക് തന്നെ വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളതുമാണ്. അതുകൊണ്ടാണ് പെൺകേസുകൾക്ക് കാരണഭൂതരായവരൊക്കെ അവരെയൊക്കെ മന്ത്രിമാരാക്കിയതും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതും അതുകൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. പക്ഷെ CPM പെണ്ണ് കേസിൽ പെടുത്തിയിട്ടുള്ളവരൊക്കെ പിന്നീട് MLA ആയതും MP ആയതും ഒക്കെ അട്ടിമറി ഭൂരിപക്ഷത്തിലായിരുന്നു എന്നത് അവർ ചിന്തിക്കേണ്ടതാണ്. അന്ന് കുഞ്ഞാലിക്കുട്ടിയെ കുടുക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗ് 12 കഷ്ണമായനെ. K മുരളീധരനെ രാമനിലയത്തിൽ കുടുക്കി, ഉണ്ണിത്താനെ മഞ്ചേരിയിൽ കുടുക്കി, വിൻസെന്റിനെ കോവളത്തിൽ കുടുക്കി, കുര്യനെ സൂര്യനെല്ലിയിൽ കുടുക്കി, ഉമ്മൻചാണ്ടിയെ സോളാറിൽ കുടുക്കി. പക്ഷേ അവരെല്ലാം പിന്നീട് ഇടത് കോട്ടകളിൽ നിന്ന് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ജയിച്ചു കയറി. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ദൈവപുത്രനുമായി. ഈയിടെ ഒരു MLA നാട്ടുകാർ കയ്യോടെ പൊക്കി എന്നൊരു വാർത്ത വന്നു. അതും പാർട്ടിയിലെ ഒരു ഉന്നതനുമായിട്ടുള്ള നട്ടുച്ച ചർച്ചയ്ക്കിടെയായിരുന്നു അത്. പക്ഷേ ആ വാർത്തകൾ വെളിയിൽ വരുന്ന നിമിഷം മുതൽ ഭരിക്കുന്നവരുടെ PR ടീമുകൾ സകലമാന ചാനലുകളെയും ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളെയും യൂട്യൂബർമാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരെ സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. കേട്ടറിവുള്ളതാണല്ലോ, അറിയാമല്ലോ. അവരുടെ ആക്ഷൻ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പ്രതിപക്ഷത്തെ 1-2 ലോക്കൽ നേതാക്കളെ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതിപക്ഷവും
പ്രതിപക്ഷ നേതാവും അതേക്കുറിച്ച് പ്രതികരിച്ചില്ല എന്നതും PR കമ്പനികൾക്ക് അന്ന് ആശ്വാസകരമായിരുന്നു. അപ്പോൾ കേസ്, പോലീസ്, അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ പേടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്നിപ്പോൾ കേവലം ഒരു പാട്ടിന്റെ പേരിൽ വരെ കേസെടുക്കാൻ തയ്യാറായത്. പാട്ടെടുത്തവൻ പാട്ടാൽ എന്നത് ഇവിടെ പ്രാവർത്തികമായി. ശരിക്കും സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് പൊന്നപ്പ എന്നത് ഉച്ചത്തിൽ കേൾക്കുമ്പോൾ ഏതൊരു സഖാവിന്റെയും ഉറക്കവും സമാധാനവും നഷ്ടപ്പെടുമെന്നത് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പല സഖാക്കളുടെയും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് എന്ന് വിളിച്ചു പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തപ്പെടുന്നു കടകംപള്ളി അടക്കമുള്ളവർ. ആകെയുള്ള ഒരു പ്രശ്നം, ആ പാട്ട് മനുഷ്യന്റെ മനസ്സിൽ നിന്നും ചുണ്ടിൽ നിന്നും പോകുന്നില്ല എന്നതാണ്. കേസെടുക്കുന്ന പോലീസുകാർ വരെ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് തന്നെയായിരിക്കും FIR എഴുതേണ്ടി വരുന്നത് എന്നതായിരുന്നു ആശ്വാസം. പക്ഷേ അതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ജനത്തിന്റെ തിരിച്ചറിവുകൾ അല്ലെങ്കിൽ ജനത്തിന്റെ പ്രതികരണങ്ങൾ അത് തിരിച്ചറിവുകളായി മാറിയപ്പോൾ ഇപ്പോൾ ഇതാ എല്ലാം മതിയാക്കി. ഇനിയില്ല പാട്ടിനെതിരെ ഏതൊരു തരത്തിലുള്ള കേസുമില്ല. വിവാദ പാരടി ഗാനത്തിൽ ഒരു തരത്തിലുള്ള കേസ് എടുക്കുന്നില്ല, കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പിണറായി വിജയന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ വിവാദ പാരടി ഗാനവുമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോകാനായിരുന്നു ഇവരുടെ ശ്രമമെങ്കിൽ 40 സീറ്റ് പോലും ലഭിക്കില്ലായിരുന്നു CPM-ന്. ആ തിരിച്ചറിവ് ഇന്നുണ്ടായത് പിണറായിക്ക് നല്ലത്. നിയമസഭയിൽ മത്സരിക്കുമെങ്കിലും ചെയ്യാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച